ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ എനിക്ക് തരണം. നിങ്ങളോടാണ്. ഞാൻ മറുപടി പറഞ്ഞില്ല, മൗനി ബാബയാണ്. 12 പ്രാവശ്യം ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചതെന്നറിയാം? ഒന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പം ചോദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്ത് കയറി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മൈക്ക് വെച്ച് ചോദ്യം. ഞാൻ കേരള ഹൗസിലേക്ക് കയറുമ്പോൾ ചോദ്യം, ഇറങ്ങുമ്പോൾ ചോദ്യം. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു മൈക്ക് എൻ്റെ മുഖത്ത് വന്നാൽ ഇടിച്ചത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം നിങ്ങളോട് രഹസ്യയോട് പറയാം. എൻ്റെ മുഖത്താണ്, ഞാൻ ഒന്നും പറഞ്ഞില്ല, സത്യം. എന്നിട്ട് എന്നോട് ചോദിച്ചു. അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് തരാം. ദയവ് എപ്പോഴാണ് ഒരു കാര്യത്തിൽ മറുപടി പറയാം വേണ്ടേ? ഞാൻ പഠിച്ചിട്ടല്ലേ പറയേണ്ടത്, മനസ്സിലാക്കിയിട്ടല്ലേ പറയേണ്ടത്, ഉചിതമായ സമയത്തല്ലേ പറയേണ്ടത്. ഞാൻ അങ്ങനെ ഒളിച്ചോടുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തി തുടങ്ങിയില്ലേ നിങ്ങളോട്? എത്ര പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും തന്നു? അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലെ തന്നെ എനിക്ക് മറുപടി പറയാനുള്ള അവകാശം കൂടി എനിക്ക് തരണം. എന്നിട്ട് 12 പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ട് പോയില്ല. 12 പ്രാവശ്യം, നിങ്ങൾക്ക് 24 പ്രാവശ്യം ചോദ്യം ചോദിക്കുക. എനിക്ക് മറുപടി പറയേണ്ട സമയം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അതെനിക്ക് തരണം. റിക്വസ്റ്റാണ്. അല്ലല്ല ഇങ്ങനെ അതല്ല. ഞാൻ അങ്ങനെ ആകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തുന്ന ആളാണ്. നോ. നിങ്ങൾ ചോദിക്കുമ്പോൾ അല്ലല്ല, നിങ്ങൾ ഇല്ല ഞാനിപ്പോൾ വന്നിരിക്കുമല്ലേ. ഇല്ല നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റില്ല. പിന്നീട് നിങ്ങൾ 12 പ്രാവശ്യം ചോദ്യം ചോദിക്കണം. നോ. നിങ്ങൾ അങ്ങനെ പറയല്ലേ, അങ്ങനെ ആക്കല്ലേ, അങ്ങനെ താരതമ്യം ചെയ്ത് നിങ്ങൾ അങ്ങനെ ആക്കല്ലേ. നിങ്ങൾ ഈ വിഷയം കേൾക്കണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ മറുപടി പറയേണ്ട സമയം തീരുമാനിക്കുന്നത് ഞാനാണ്. കാരണം എനിക്കത് പഠിച്ചും മനസ്സിലാക്കിയിട്ടോ പറയാൻ പാടുള്ളൂ. പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ സമയം തീരുമാനിക്കേണ്ടത് ഞാൻ. അതിനുള്ള അവകാശം എനിക്ക് തന്നെ. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അതിനുള്ള അവകാശം ഞാൻ എപ്പോഴും തരും. മനസ്സിലായല്ലോ? ആയതുകൊണ്ടാണല്ലോ പറയാൻ പോകുന്നത്. നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ഞാനാണ് തീരുമാനിക്കുന്നത്. അത്രേ എനിക്ക് അവകാശം വേണം. ഞാൻ പറയട്ടെ, ഞാൻ അതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ ചോദിച്ചതിന്. ഇതെന്താണ് സംഭവം? ഇതൊരു കേസ് ഓൾറെഡി കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ്. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ് ആണല്ലോ. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് എന്ത് റോളാണ്? ഒരു റോളും ഇല്ല സംസ്ഥാന ഗവൺമെൻറ്. ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല. പോലീസിനെ അറിയിച്ചിട്ടില്ല. അവരവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് പോലീസിനെ അറിയിച്ചിട്ടില്ല. ചെയ്ത എന്താണ്? ആഭ്യന്തര വകുപ്പ് ചെയ്ത് ഞാൻ ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹമാണ് അവിടെ ആൾക്കൂട്ടം കൂടുന്നത് കണ്ടിട്ട് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് കരുതി അങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്ന വിവരം ഗവൺമെൻറ്റിനോ പോലീസിനോ അറിയില്ലാതിരുന്നിട്ടും അദ്ദേഹം പോലീസിനെ വിട്ട അദ്ദേഹമാണ്. കുറേ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ സമീപനം ശരിയാണോ? ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകളുള്ള ആളുകളെ ഒരു സംഘം ക്രിമിനലുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഘം ആക്രമിച്ച കാർ തല്ലിപ്പൊളിക്കുന്നു, അതിനകത്തുള്ളവരെ മർദ്ദിക്കുന്നു. അത് ക്രമസമാധാന ലംഘനമാണ്, ഒഫൻസാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു സെൻട്രൽ ഏജൻസി വന്ന് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവിടെ ഇതിൻ്റെ അകത്ത് നടന്നു. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം കൂടിയല്ലേ ഇത്? ഞങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമാണ്. ആ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസിയെക്കുറിച്ച് ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. 4 കൊല്ലം മുമ്പുണ്ടായ കേസാണ്. ഇതുവരെ ഒന്നും അവർ ചെയ്തിട്ടില്ല. ഈ അധികാരത്തിൽ നിന്ന് LDF ഗവൺമെൻറ് താഴെ ഇറങ്ങുന്നത് വരെ ഒന്നും ചെയ്തില്ല അവർ. പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് രാഹുൽ ഗാന്ധിയാണ് കുറ്റപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയാണ് റെയ്ഡിന് ആളെ വിട്ടത്. അദ്ദേഹം പ്രധാനമന്ത്രിയെയോ BJP നേതാക്കളെയോ BJP സർക്കാരിനെയോ ആരെയും കുറ്റപ്പെടുത്തിയില്ല, ഒരാളെ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹം കുറ്റം പറയാനുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് വന്നപ്പോൾ അന്വേഷിക്കാൻ വന്ന ആളുകളുടെ വാഹനം കോൺഗ്രസ്സുകാരെ വിട്ട് തല്ലിപ്പൊളിക്കുകയാണോ ചെയ്തത്? അല്ല. അദ്ദേഹം 55 മണിക്കൂർ തുടർച്ചയായിരുന്നു, പല പ്രാവശ്യമായിട്ട് തുടർച്ചയായി ആ കേസുമായിട്ട് സഹകരിച്ചു. അത് രാഷ്ട്രീയമായി എടുത്തിരിക്കുന്ന ഒരു കേസാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളതിനെ രാഷ്ട്രീയമായി എതിർത്തു.
ഈ കേസ് എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെതിരായി കേസെടുത്തിരിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ CPM-ന് രാഷ്ട്രീയമായി പ്രതിഷേധിക്കാം. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ തലേദിവസമല്ലേ ഈ കേസിലെ ഒരു കക്ഷി കോടതിയിൽ പോയപ്പോൾ കോടതി ആ അന്വേഷണം നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ട് കോടതി പോയപ്പോൾ ആ പെറ്റീഷൻ തള്ളി അന്വേഷണം തുടരണമെന്ന് ഏജൻസിയോട് ആവശ്യപ്പെട്ടത്? അപ്പം നിയമപരമായ വഴിയല്ലേ ഇത്? നിയമപരമായ വഴിയല്ലേ അന്വേഷണം ഉള്ളത്? അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ഈ റെയ്ഡ് നടത്തിയതിനെയും ഈ അന്വേഷണം നടക്കുന്നതിനെയും വിമർശിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്താ അധികാരമുള്ളത്? ഞങ്ങൾക്ക് അങ്ങനെ പറയാമോ? ഞങ്ങളങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടക്കുന്ന കേസിൽ, കോടതി അനുവദിച്ച് അന്വേഷണം നടക്കുന്ന കേസിൽ ആ അന്വേഷണം നടത്താൻ പാടില്ല, അന്വേഷണം ഇങ്ങനെ വേണം, അന്വേഷിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പറയാമോ? ഞങ്ങൾ അതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി ആണോ? ഞാൻ വളരെ ജെന്യൂനായിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്. ഞങ്ങളതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി അല്ല. ഞങ്ങൾക്ക് അതിൻ്റെ അകത്തില്ല. ഞങ്ങൾക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ഇടപെട്ടു ശക്തിയായ നടപടികൾ സ്വീകരിക്കും. അത് തെറ്റാണ്. അത് ആവർത്തിക്കാൻ പാടില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഗുരുതരമായ കുറ്റകൃത്യമാണ് അവിടെ നടന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും അവരുടെ വാഹനം അടിച്ച് തകർക്കുകയും ചെയ്ത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് നിലപാടുണ്ട് അതിൻ്റെ അകത്ത്. താങ്കളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആയിട്ടുള്ള സന്ദർശനം അതിനുശേഷം ഇന്നലെ മുദ്രാവാക്യം വരും മോഡി എന്നുള്ളതാണ്. ഞാൻ ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ തമാശയാണിത്. ആദ്യത്തെ തമാശ 14 പ്രാവശ്യം റിക്കവറി നടത്താൻ പോയിട്ട് ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ സർക്കാർ വന്നതിൻ്റെ പിറ്റേ ദിവസം റിക്കവറി എറണാകുളത്തെ ഭൂമിയിൽ നടത്തിയപ്പോൾ അതിന് സമരം ചെയ്യാൻ പോയ മന്ത്രിമാരുടേതായിരുന്നു ആദ്യത്തെ തമാശ. ഇത് കേർട്ടസി കോളാണ്. എനിക്ക് മുൻപുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരും അവരുടെ സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ അവിടെ ആരാണ് പ്രധാനമന്ത്രിയെങ്കിലും പ്രധാനപ്പെട്ട മന്ത്രിമാരെ പോയി കാണുന്നത് കേർട്ടസി കോളാണ്. ഞാനും അത് ചെയ്തു. 2 പ്രാവശ്യവും മുൻ മുഖ്യമന്ത്രി അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ED കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞ നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാന്നാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യും. ഇത് മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്. ഞാൻ ചിരിക്കണോ അല്ലെ കരയണോ ഇത് കേട്ടിട്ട്? നിങ്ങളൊന്ന് ആലോചിക്കും. നരേന്ദ്രമോദി ആദ്യമായിട്ട് കണ്ട് മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പോയപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പിണറായി വിജയൻ ഇതൊന്നും പറയില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു റേറ്റിംഗ് ഉണ്ട് എൻ്റെ ഉള്ളിൽ. അദ്ദേഹം ഒന്നും പറയില്ല. പക്ഷെ നല്ലതാണിത്. എന്താണെന്നറിയാം, ഈ പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതിയുണ്ട്, ബലം പിടുത്തം കൂടുതലാണ്, സ്റ്റിഫാണെന്ന്. അതൊക്കെ കഴിഞ്ഞ് അവർ തമാശ പറയാൻ തുടങ്ങിയല്ലോ. അതിലെനിക്കൊരു സന്തോഷമുണ്ട്. തമാശ പറയാൻ തുടങ്ങിയല്ലോ. എന്താണ് നടക്കുന്നത് കേരളത്തിൽ? നരേന്ദ്രമോദിയെ കണ്ട് പിണറായി വിജയൻ അമിത്ഷായുടെ വീട്ടിൽ ശരിയായില്ല. മുഖ്യമന്ത്രി അങ്ങനെയൊന്നും അദ്ദേഹം പറയില്ല. അങ്ങനെയൊന്നും പറയില്ല. അതൊക്കെ എല്ലാവരും കാണും. പ്രധാനപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് ഹോം മിനിസ്റ്ററെ കാണണം. കാരണം നാട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. അന്ന് അധികാരത്തിൽ വന്ന ശേഷം ഈ 2 പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥരുടെ അവർക്ക് സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ അറിവ് അങ്ങ് ചീഫ് സെക്രട്ടറിക്ക് ഒരു ഉറപ്പും ഇക്കാര്യം കൊടുത്തിരുന്നതാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഇതുവരെയും 2 ദിവസം അവധിയല്ലായിരുന്നു. പിന്നെ ഒരു ഞായറാഴ്ച, ആകെ ഒരാഴ്ചയിൽ വന്നിട്ട് അതിലെവിടെയും ഒരു ഞായറാഴ്ച പോയി, പിന്നെ 2 ദിവസം അവധിയും പോയി. ഒന്ന് നിൽക്കട്ടെ, അതൊക്കെ ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞല്ലോ. അതൊക്കെ പരിശോധിച്ച് വേണ്ട നടപടികൾ ഉചിതമായ സമയത്ത് സ്വീകരിക്കും. എന്നൊന്നും അങ്ങനെ അനാവശ്യമായ കാലതാമസം ഒരു കാര്യത്തിലുണ്ടാവില്ല. അല്ലല്ല, അതൊക്കെ നമ്മളല്ലേ, ചീഫ് സെക്രട്ടറി അല്ലല്ലോ കേരളം ഭരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തിരഞ്ഞെടുത്ത്. ചീഫ് സെക്രട്ടറി അല്ലല്ലോ, ഞങ്ങളെയല്ലേ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞങ്ങളല്ലേ തീരുമാനങ്ങൾ എടുക്കണം, അത് ഇംപ്ലിമെന്റ് ചെയ്യാണ്. അദ്ദേഹം അടക്കമുള്ള ജോലി അദ്ദേഹം അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സമാനമായ കേസിൽ ഇപ്പോൾ മന്ത്രിസഭയിൽ 2 പേര് പണം വാങ്ങിയെന്നുള്ള പേര് അതിനകത്തുണ്ട്. അതിന്റെ വിവാദങ്ങളും പ്രതിപക്ഷം ഇത് അല്ല, അതിൻ്റെ അകത്ത് ഞാൻ വളരെ മുൻപ് അസംബ്ലിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന്
അല്ലെങ്കിൽ മുതലാളിമാരിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണം വാങ്ങിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഫണ്ട് ഈ കമ്പനികളിൽ നിന്നൊക്കെയുള്ള ഫണ്ടാണ്. അങ്ങനെ CMRLൻ്റെ ആളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പണം മേടിച്ചിട്ടുണ്ട്. ആ പണം മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. ഇവിടുത്തെ കേസ് ഒരു കമ്പനിയും ആ കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടിൽ ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് എക്സാലോജി കമ്പനിയിലേക്ക് വലിയ തുക അയച്ചു കൊടുത്തു. ക്ലയൻറ്റ് സർവീസിന് വേണ്ടിയിട്ടാണ് അയച്ചു കൊടുത്തത്. എന്നാൽ ക്ലയൻറ്റ് സർവീസ് നടത്താതെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മണി ലോണ്ടറിങ് ആണ്. അതുകൊണ്ടാണ് PMLA ആക്ട് വരുന്നത്. മനസ്സിലായില്ലേ? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്യുന്ന എന്നാണ് കേസ്. കേസിൻ്റെ ശരി മെറിറ്റും ഡിമെറിറ്റും അല്ല ഞാൻ പറയുന്നത്. അതാണ് ആ കേസ്. അതും രാഷ്ട്രീയ നേതാക്കൾ ബിസിനസ്സുകാരിൽ നിന്ന് പണം മേടിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരുടെയും ഇപ്പോൾ CPMൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അറിയാലോ. CPM ഈ വ്യക്തിയുടെ നിന്ന് CPM വാങ്ങിച്ചിട്ടുണ്ട് പണം. CPM നേതാക്കളൊക്കെ ആയിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള ആളാണ്. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഇപ്പുറത്തുള്ള ആളാണ്. ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ്. വ്യവസായിയായിട്ടുള്ള ഒരാളാണ്. കൊച്ചിയിലെ വലിയ പ്രധാനപ്പെട്ട വ്യവസായിയായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനമാണത്. അത് അവരെ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ സംഘടനകളും അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും പൈസ മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. അത് ഞാൻ ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ ഇൻ ദ ഫ്ലോർ ഓഫ് ദ അസംബ്ലി. അത് ഞങ്ങൾ പറഞ്ഞല്ലോ, അതൊരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമാണല്ലോ. നമുക്കതിൻ്റെ അകത്ത് എന്താണ് റെയ്ഡ് നടത്താൻ പാടില്ല, അന്വേഷണം നടത്താൻ പാടില്ല. ED എങ്ങനെ അന്വേഷണം നടത്തണമെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ? ഞാൻ വളരെ ഫെയർ ആയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഫെയർ ആയിട്ടാണ് ചോദിക്കുന്നത്. ഗവൺമെൻറ്റിന് ചില പരിമിതികളില്ലേ? ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ? ED ഇപ്പോൾ CBI ഒരു കേസ് അന്വേഷിക്കുന്നു. നമ്മുടെ ഗവൺമെൻറ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. CBI വരുമ്പോൾ ഉടനെ CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ നമ്മുടെ DGPയോ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിളിച്ചു വരുത്തി ഈ അന്വേഷണം ഇങ്ങനെ വേണം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതൊരു കേസ് അന്വേഷണം നടക്കുകയാണ്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമുണ്ടെങ്കിൽ അത് CPM ആണ്. അവരത് പറഞ്ഞോട്ടെ. പിന്നെ നിയമപരമായ കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കണമെങ്കിൽ എനിബഡി ക്യാൻ അപ്രോച്ച് എ കോർട്ട്. CMRL കോടതി പോയി ഈ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോടതി ആ പെറ്റീഷൻ തള്ളിയിട്ട് ഈ അന്വേഷണം തുടരാൻ പറഞ്ഞു EDയോട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് EDയുടെ ഈ റെയ്ഡ് നടന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് പരിമിതികളുണ്ട്. കാരണം ഈ സംഭവം നടക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് CRPF ഓൾറെഡി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഹെൽമെറ്റും ബോട്ടിലും ചെരുപ്പ് സെക്ഷൻ 144 ഒന്നും ചെയ്തു. അത് ഈ ഓടിപ്പോയ രണ്ടിടത്ത് കുറെ ആൾക്കാർ ഇപ്പോഴും പിടിച്ചിട്ടുണ്ട്. കുറെ ഒരു പാർട്ടി ഓഫീസിൽ ഇരിക്കുമ്പോൾ പോലീസ് പാർട്ടിക്കാരോട് പറയുന്നത് ഉള്ളിൽ കയറാൻ പറ്റില്ല. അതെ, ഞാൻ പറയല്ലോ, ആ റെയ്ഡ് നടത്തുന്ന കാര്യം ED ഗവൺമെൻറ്റിനെയോ പോലീസിനെ അറിയിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, അവർ കേന്ദ്രസേനയെ വിന്യസിപ്പിച്ചിട്ടാണ് അവർ ഈ റെയ്ഡ് നടത്തുന്നത്. മനസ്സിലായില്ലേ? അവർക്ക് പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂ കേന്ദ്രസേനയ്ക്ക്. പക്ഷേ അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് പോലീസും കൂടി ചെന്നില്ലായിരുന്നെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പോലീസ് ചെന്നതുകൊണ്ടല്ലേ. പിന്നെ നടത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് ആ അന്വേഷണം നടക്കുകയല്ലേ. ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് ആദ്യം കുറേ പ്രതികളെ അറസ്റ്റ് ചെയ്തു, ബാക്കിയുള്ള അന്വേഷണം നടക്കുമല്ലേ. ആ അന്വേഷണം പൂർത്തിയാകട്ടെ. കുറ്റവാളികളെ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. ഇത് കുറ്റകൃത്യമാണ്, വലിയ ഓഫൻസാണ് ചെയ്തത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. CPM അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസ് ഞാൻ പറഞ്ഞ ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലീസ് കുറച്ചുകൂടി ബുദ്ധിപൂർവമായിട്ട് പെരുമാറണം. ആ പെരുമാറ്റമാണ് അവിടെ ഉണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ സംഘർഷം വേറൊരു തലത്തിലേക്ക് വളരാതെ ഇപ്പം നടന്ന സംഘർഷത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇപ്പോൾ അവിടെ വേണമെങ്കിൽ പ്രകോപിപ്പിക്കാം, അല്ലെങ്കിൽ കർശന നടപടി, സ്ട്രിക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് കേരള പോലീസ് വിചാരിച്ചാൽ ഏത് പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറാൻ പറ്റാത്തത്? ഇരച്ചു കയറാം. ആ പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറി അവിടെയുള്ള ആളുകളെ കുറേ പേരെ തല്ലി, കുറേ പേര് തടയുമല്ലോ. അവർക്കിട്ടൊക്കെ നല്ല അടിയൊക്കെ കൊടുത്ത്, വേണമെങ്കിൽ വല്ല വൈരാഗ്യമുള്ളവൻ്റെ 2 കൂടുതൽ കൊടുത്ത്,
ഇതൊക്കെ പോലീസിന് ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ളവരെ തൂക്കിയെടുത്തോണ്ട് പോരാ. അങ്ങനെയാണോ പോലീസ് ചെയ്യേണ്ടത്? ഞാൻ കരുതുന്നത് പോലീസ് ചെയ്തത് കുറച്ചുകൂടി സംഘർഷം അയവ് വരുത്താൻ അജിറ്റേറ്റഡായി കുറേ ആളുകൾ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ക്രിമിനൽസും ഉണ്ട് അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തു. ഇനി കേസ് അന്വേഷണം നടക്കല്ലേ, തെറ്റ് ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല. കുറ്റകൃത്യം, താങ്കളുടെ ചോദ്യം കറക്റ്റാണ്. കുറ്റകൃത്യം ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല, നടപടിയെടുക്കും.